അയണൈസേഷൻ എൻതാൽപ്പിയിൽ വരുന്ന വേരിയേഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കൺസിഡർ സോഡിയം ആറ്റം. ഇറ്റ്സ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് 281. ഇവിടെ ന്യൂക്ലിയസിന് 11 പോസിറ്റീവ് ചാർജാണുള്ളത്. അത് എല്ലാ ഷെല്ലിലെയും ഇലക്ട്രോണുകളെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ന്യൂക്ലിയസിനോട് ക്ലോസർ ആയിട്ടുള്ളത് കെ ഷെൽ അഥവാ ഫസ്റ്റ് എനർജി ലെവലാണ്. അതിലെ ഇലക്ട്രോൺസിനെയാണ് സ്ട്രോങ് ആയി ന്യൂക്ലിയസ് അട്രാക്റ്റ് ചെയ്യുന്നത്. സെക്കൻഡ് എനർജി ലെവലിലെ ഇലക്ട്രോണിനുമേലുള്ള അട്രാക്ഷൻ അതിലും ലോവർ ആയിരിക്കും. ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിനുമുള്ള അട്രാക്ഷൻ ആയിരിക്കും ലോവസ്റ്റ്. ഇങ്ങനെയുള്ള സോഡിയം ആറ്റത്തിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുന്നു എന്ന് കരുതുക. നമുക്കറിയാം ന്യൂക്ലിയസ് ഇലക്ട്രോണുകളെ സ്ട്രോങ് ആയി അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ആ അട്രാക്ഷനിൽ നിന്നും ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എനർജി അപ്ലൈ ചെയ്യേണ്ടി വരും. ഇവിടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനാണ് ഏറ്റവും എളുപ്പം. അങ്ങനെ ഒരു ന്യൂട്രൽ ആറ്റത്തിലെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ അഥവാ മോസ്റ്റ് ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ട എനർജിയാണ് അയണൈസേഷൻ എനർജി അഥവാ അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. എനർജിയും എൻതാൽപ്പിയും സിമിലറായ ടേമാണ്. സാധാരണ എനർജി ചേഞ്ച് ഉണ്ടെങ്കിലാണ് എൻതാൽപ്പി എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഒരു ന്യൂട്രൽ ആറ്റത്തിലെ മോസ്റ്റ് ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന എനർജിയാണ് അയണൈസേഷൻ എൻതാൽപ്പി. ഇത് കിലോ ജൂൾ പെർ മോൾ എന്ന യൂണിറ്റിലാണ് മെഷർ ചെയ്യുന്നത്. നമ്മൾ അയണൈസേഷൻ എൻതാൽപ്പിക്ക് വരുന്ന ചേഞ്ച് ഡെൽറ്റ എച്ച് എന്നാണ് സൂചിപ്പിക്കുന്നത്. എച്ച് എൻതാൽപ്പിയെ സൂചിപ്പിക്കുന്ന ലെറ്ററാണ്. ചേഞ്ചിനെ സൂചിപ്പിക്കാൻ ഡെൽറ്റ എന്ന വാക്ക് ഉപയോഗിക്കുന്നു. അയണൈസേഷൻ എൻതാൽപ്പിയാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഇവിടെ ഐ എന്ന ലെറ്റർ കൂടി. ഇവിടെ സോഡിയം ആറ്റത്തിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുന്നു എന്ന് കരുതുക. സോഡിയം ആറ്റത്തിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്താൽ അത് Na പോസിറ്റീവ് അയോണായിട്ട് മാറുന്നു. ഇവിടെ നമ്മൾ കൃത്യമായി ഡിഫൈൻ ചെയ്യുമ്പോൾ ഈ സോഡിയം ആറ്റം ഐസോലേറ്റഡ് ആയിരിക്കണം. അതായത് മറ്റു ആറ്റംസിൻ്റെ ഒന്നും അട്രാക്ഷനിൽ ആയിരിക്കരുത്. അതുപോലെ ഇത് ഗേഷ്യസ് സ്റ്റേറ്റിലും ആയിരിക്കണം. അതും ഏറ്റവും എനർജി കുറഞ്ഞ സ്റ്റേറ്റിലായിരിക്കണം. സോ അയണൈസേഷൻ എൻതാൽപ്പി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് the minimum amount of energy required to remove the most loosely bound electron from a neutral gaseous atom in the ground state. അതായത് വാതകാവസ്ഥയിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ആറ്റത്തിൽ നിന്നും മോസ്റ്റ് ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ട എനർജിയാണ് അയണൈസേഷൻ എൻതാൽപ്പി. കൺസിഡർ ഇവിടെ സോഡിയം, ഇറ്റ് ഈസ് ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ്, ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു Na പോസിറ്റീവ്. ഈ പ്രോസസ്സിന് വേണ്ട എനർജി ചേഞ്ചിനെയാണ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. ഇവിടെ മോസ്റ്റ് ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോണിനെയാണ് റിമൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളതിനെ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി എന്നാണ് വിളിക്കുന്നത്. ഇവിടെ എച്ചിൻ്റെ കൂടെ 1 എന്നുകൂടി ഇട്ടാൽ അത് ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പിയാണ് സൂചിപ്പിക്കുന്നത്. ഹിയർ sodium atom is converted to Na1 പോസിറ്റീവ് അയോൺ. Na1 പോസിറ്റീവിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ കൂടി റിമൂവ് ചെയ്യുന്നു എന്ന് നമ്മൾ കരുതുക. സോഡിയം ആറ്റത്തിൽ നിന്നും ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്താൽ അത് Na പോസിറ്റീവായി മാറി. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 28 എന്നാണ്. ഇവിടെ ന്യൂക്ലിയർ ചാർജ് പോസിറ്റീവ് 11 തന്നെ. ഇലക്ട്രോണിൻ്റെ എണ്ണം കുറയുന്നു. 10 ഇലക്ട്രോണാണുള്ളത്. സോ ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്താൽ റിമൈനിങ് ഇലക്ട്രോണിന് മേലുള്ള ന്യൂക്ലിയസിൻ്റെ അട്രാക്ഷൻ സ്ട്രോങ് ആകും. ഒരു ഇലക്ട്രോണിനെ കൂടി റിമൂവ് ചെയ്യൽ മോർ ഡിഫിക്കൽട്ടാണ്. സോ Na പോസിറ്റീവിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ കൂടി റിമൂവ് ചെയ്യാൻ കൂടുതൽ എനർജി വേണ്ടി വരും. അങ്ങനെ രണ്ടാമതായി ലൂസായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ട എൻതാൽപ്പി ചേഞ്ചിനെയാണ് സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. സോ നമുക്കത് റെപ്രസെൻറ്റ് ചെയ്യാം. Na പോസിറ്റീവ്, ഇറ്റ് ഈസ് ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ്. ഇതിൽ നിന്നും
ഒരു ഇലക്ട്രോണിനെ കൂടി റിമൂവ് ചെയ്താൽ Na2 പോസിറ്റീവ് പ്ലസ് 1 ഇലക്ട്രോൺ. ഈ പ്രോസസ്സിന് വേണ്ട അയണൈസേഷൻ എൻതാൽപ്പിയാണ് സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. എല്ലായ്പ്പോഴും സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പിയേക്കാൾ ഹയർ ആയിരിക്കും. അതേപോലെ തേർഡ് മോസ്റ്റ് ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ആവശ്യമായ എനർജി ചേഞ്ചാണ് തേർഡ് അയണൈസേഷൻ എൻതാൽപ്പി. അതെല്ലായ്പ്പോഴും സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പിയേക്കാൾ ഹയർ ആയിരിക്കും. ഏതെല്ലാം ഫാക്ടേഴ്സിനെയാണ് അയണൈസേഷൻ എൻതാൽപ്പി ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നതാണ് നമ്മൾ അടുത്തതായി നോക്കുന്നത്. കൺസിഡർ 2 ആറ്റംസ്. സേ എക്സ് എന്ന് പറയുന്ന ആറ്റവും വൈ എന്ന് പറയുന്ന ആറ്റവും. ഇവിടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഇത് ഔട്ടർ മോസ്റ്റ് ഷെല്ല്. നമുക്കറിയാം എക്സ് എന്ന് പറയുന്ന ആറ്റത്തിൽ ന്യൂക്ലിയസിനോട് വളരെ ക്ലോസറാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ. സോ ഇവിടെ അട്രാക്ഷൻ സ്ട്രോങ് ആയിരിക്കും. വൈ എന്ന് പറയുന്ന ആറ്റത്തിൽ ന്യൂക്ലിയസിൽ നിന്നും വളരെ അകലെയാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ. സോ ഇവിടെ അട്രാക്ഷൻ വീക്കായിരിക്കും. സോ ആറ്റംസിൻ്റെ സൈസ് ഹയർ ആണ് എങ്കിൽ അവിടെ അട്രാക്ഷൻ വീക്കാണ്. നമുക്ക് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ കുറച്ച് എനർജി മാത്രം അപ്ലൈ ചെയ്താൽ മതിയാകും. സോ അറ്റോമിക് സൈസ് കൂടിയാൽ അയണൈസേഷൻ എൻതാൽപ്പി കുറയുന്നു. സോ അയണൈസേഷൻ എൻതാൽപ്പി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് അറ്റോമിക് സൈസാണ്. അറ്റോമിക് സൈസ് കൂടുന്തോറും അയണൈസേഷൻ എൻതാൽപ്പി കുറയുന്നു. അടുത്തതായി 2 ആറ്റംസ് പരിഗണിക്കുക, എക്സ് ആൻഡ് വൈ. സിമിലർ സൈസാണ് എക്സിനും വൈക്കും. കൺസിഡർ എക്സിൽ 10 പോസിറ്റീവാണ് ന്യൂക്ലിയസിൻ്റെ ചാർജ്, വൈയിൽ 20 പോസിറ്റീവാണ് ന്യൂക്ലിയസിൻ്റെ ചാർജ്. സോ വൈ എന്ന് പറയുന്ന ആറ്റത്തിൽ ന്യൂക്ലിയർ ചാർജ് ഹയർ ആണ്. നമുക്കറിയാം ന്യൂക്ലിയർ ചാർജ് ഹയർ ആയാൽ അത്രയും സ്ട്രോങ് ആയി ഇലക്ട്രോണിനെ അത് അട്രാക്റ്റ് ചെയ്യും. സോ അട്രാക്ഷൻ സ്ട്രോങ് ആണ്. നമുക്ക് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും. സോ ന്യൂക്ലിയർ ചാർജ് കൂടുന്തോറും അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസ് ചെയ്യുന്നു. അയണൈസേഷൻ എൻതാൽപ്പി ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ടാമത്തെ ഫാക്ടർ എന്നത് ന്യൂക്ലിയർ ചാർജ് ആണ്. സോ ന്യൂക്ലിയർ ചാർജ് കൂടുന്തോറും അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കൺസിഡർ അനദർ കേസ് ആർഗൺ. You know its atomic number 18. Electronic configuration is 288. It is a noble gas. ഇതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആണുള്ളത്. ഒക്ടറ്റ് പൂർത്തിയായി. ഇവിടെ ഒരു സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. അങ്ങനെ സ്റ്റെബിലിറ്റിയുള്ള ഒരു ആറ്റത്തിൽ നിന്നും നമുക്ക് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. സോ എപ്പോഴും ഒക്ടറ്റ് പൂർത്തിയായ ആറ്റംസ് ഉള്ള എലമെൻസിന് എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ട്. സോ ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടായിരിക്കും. സോ അത്തരം എലമെൻസിന് അയണൈസേഷൻ എൻതാൽപ്പി ഹയർ ആയിരിക്കും. സോ തേർഡ് ഫാക്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് എങ്കിൽ അത്തരം എലമെൻസിന് അയണൈസേഷൻ എൻതാൽപ്പി ഹയർ ആയിരിക്കും. പീരിയോഡിക് ടേബിളിൽ ഏറ്റവും ഉയർന്ന അയണൈസേഷൻ എൻതാൽപ്പി ഉള്ളത് നോബിൾ ഗ്യാസസിനാണ്. ഇതേപോലെ തന്നെ ഒരു സബ്ഷെല്ല് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണെങ്കിൽ അല്ലെങ്കിൽ എക്സാക്റ്റ് ഹാഫ് ഫിൽഡ് ആണെങ്കിൽ അവിടെയും എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും. നിങ്ങൾ കണ്ടിരുന്നു D10 എന്ന കോൺഫിഗറേഷൻ, അതുപോലെ D5 എന്ന കോൺഫിഗറേഷൻ. ഇവയ്ക്ക് എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ട്. ഇതുപോലെ കംപ്ലീറ്റ്ലി ഫിൽഡോ അതല്ലെങ്കിൽ എക്സാക്റ്റ് ഹാഫ് ഫിൽഡോ ആയ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉള്ള എലമെൻസിൽ നിന്നും ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അവയ്ക്ക് അയണൈസേഷൻ എൻതാൽപ്പി ഹയർ ആയിരിക്കും. നമുക്ക് ഫോർത്ത് ഫാക്ടർ ഡിസ്കസ് ചെയ്യാം. കൺസിഡർ 2 ആറ്റംസ് എ ആൻഡ് ബി. ബി എന്ന് പറയുന്ന ആറ്റം
പരിഗണിക്കുക. ഇവിടെയുള്ള ഷെല്ലുകളുടെ എണ്ണം ലോവറാണ്. എ എന്ന് പറയുന്ന ആറ്റം പരിഗണിക്കുക. ഇവിടെ ലാർജ് നമ്പർ ഓഫ് ഷെൽസ് ഉണ്ട്. ഇതാണ് ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ എന്ന് പരിഗണിക്കുക. ന്യൂക്ലിയസിൻ്റെ ചാർജ് നമ്മൾ പരിഗണിക്കുന്നില്ലെങ്കിൽ പോലും ഇവിടെ ന്യൂക്ലിയസിനും ഔട്ടർമോസ്റ്റ് ഷെല്ലിനും ഇടയ്ക്ക് ഒരു കംപ്ലീറ്റ്ലി ഫിൽഡ് ഷെല്ലാണുള്ളത്. അതേസമയം എ എന്ന് പറയുന്ന ആറ്റത്തിൽ ന്യൂക്ലിയസിനും ഔട്ടർമോസ്റ്റ് ഷെല്ലിനും ഇടയ്ക്ക് 4 കംപ്ലീറ്റ്ലി ഫിൽഡ് ഷെൽസ് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ന്യൂക്ലിയസും ഔട്ടർമോസ്റ്റ് ഷെല്ലും തമ്മിലുള്ള അട്രാക്ഷനെ ഇടയിൽ വരുന്ന ആ ഷെല്ലിലെ ഇലക്ട്രോൺസ് ഒരു പരിധി വരെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ന്യൂക്ലിയസും ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷനെ ഇന്നർ ഇലക്ട്രോൺസ് ബ്ലോക്ക് ചെയ്യുകയാണ് എങ്കിൽ അതിനെ ഷീൽഡിംഗ് എഫക്റ്റ് അഥവാ സ്ക്രീനിങ് എഫക്റ്റ് എന്നാണ് പറയുന്നത്. സോ മൾട്ടി ഇലക്ട്രോൺ ആറ്റംസിൽ, അതായത് ഒന്നിലേറെ ഇലക്ട്രോൺസ് ഉള്ള ആറ്റംസിൽ ന്യൂക്ലിയസും ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷനെ ഇന്നർ ഇലക്ട്രോൺസ് ബ്ലോക്ക് ചെയ്യും അല്ലെങ്കിൽ സ്ക്രീൻ ചെയ്യും. അങ്ങനെ സ്ക്രീൻ ചെയ്യുന്നതിനെ സ്ക്രീനിങ് എഫക്റ്റ് അഥവാ ഷീൽഡിംഗ് എഫക്റ്റ് എന്നാണ് പറയുന്നത്. സോ ഇന്നർ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടുതലാണെങ്കിൽ അവിടെ അട്രാക്ഷൻ ലോവർ ആയിരിക്കും, നമുക്ക് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ഈസി ആയിരിക്കും. സോ ഷീൽഡിംഗ് എഫക്റ്റ് അഥവാ സ്ക്രീനിങ് എഫക്റ്റ് കൂടുന്തോറും അയണൈസേഷൻ എൻതാൽപ്പി കുറയുകയാണ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു, ഒരു ഷെല്ലിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സബ്ഷെൽസ് ഉണ്ട്. എസ് സബ്ഷെല്ല് നിങ്ങൾക്കറിയാം, പി സബ്ഷെല്ല് അറിയാം, ഡി സബ്ഷെല്ല് അറിയാം, എഫ് സബ്ഷെല്ല് അറിയാം. ഒരേ ഷെല്ലിൽ തന്നെയുള്ള എസ്, പി, ഡി, എഫ് സബ്ഷെല്ല് പരിഗണിക്കുകയാണ് എങ്കിൽ എല്ലായ്പ്പോഴും എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോൺസ് ആയിരിക്കും ന്യൂക്ലിയസിനോട് ക്ലോസർ ആയിട്ടുള്ളത്. അതേസമയം പി അത്രയും ക്ലോസർ ആയിരിക്കില്ല. നമ്മൾ സബ്ഷെല്ലിനെ ഓർബിറ്റൽ എന്നുകൂടി പറയും. ആ ഓർബിറ്റലിൻ്റെ ഷേപ്പ് ഡിഫ്യൂസ്ഡ് ആയതുകൊണ്ടാണ് അങ്ങനെ. ഡി അത്രയും പോലും അട്രാക്ഷൻ ഉണ്ടായിരിക്കില്ല. എഫ് അതിലും ഡിഫ്യൂസ്ഡ് ഷേപ്പാണ്. സോ ന്യൂക്ലിയസുമായുള്ള അട്രാക്ഷൻ കുറവായിരിക്കും. അതായത് സെയിം ഷെല്ലിലെ എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോൺ ആണ് എങ്കിൽ അതിന് ന്യൂക്ലിയസിനോട് കൂടുതൽ അട്രാക്ഷൻ ഉണ്ടായിരിക്കും. നമ്മളതിനെ പെനിട്രേറ്റിംഗ് എഫക്റ്റ് എന്നാണ് പറയുന്നത്. സോ പെനിട്രേറ്റിംഗ് എഫക്റ്റ് കൂടുതലായാൽ അവിടെ ന്യൂക്ലിയസുമായുള്ള അട്രാക്ഷൻ കൂടുതലാണ്. സോ ഇലക്ട്രോൺ റിമൂവൽ ഡിഫിക്കൽട്ടായിരിക്കും. സോ സെയിം ഷെല്ലിൽ പെനിട്രേറ്റിംഗ് എഫക്റ്റ് ഏറ്റവും കൂടുതൽ എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോൺസിനാണ്. സോ ഒരു പ്രത്യേക ആറ്റം പരിഗണിക്കുമ്പോൾ അവിടെ എസ് ഓർബിറ്റലിലെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനാണ് കൂടുതൽ എനർജി വേണ്ടത്. സോ അയണൈസേഷൻ എൻതാൽപ്പി ഡിപ്പെൻഡ് ചെയ്യുന്ന അവസാനത്തെ ഫാക്ടർ എന്ന് പറയുന്നത് പെനിട്രേറ്റിംഗ് എഫക്റ്റ് ആണ്. ഈ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് പീരിയോഡിക് ടേബിളിൽ പീരിയഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ, അതുപോലെ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ അയണൈസേഷൻ എൻതാൽപ്പിക്ക് എന്ത് മാറ്റമാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇത് എക്സാമിനേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം പീരിയഡിൽ വരുന്ന മാറ്റം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. പീരിയഡിൽ ലെഫ്റ്റിൽ നിന്നും റൈറ്റോട്ട് പോകുന്തോറും ന്യൂക്ലിയസിൻ്റെ ചാർജ് 1 യൂണിറ്റ് വീതം ഇൻക്രീസ് ചെയ്യുന്നു. സോ ന്യൂക്ലിയസിന് ഔട്ടർ ഇലക്ട്രോണിന് മേലുള്ള അട്രാക്ഷൻ കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആറ്റത്തിൻ്റെ സൈസ് കുറയുകയും ചെയ്യുന്നു. സോ പീരിയഡിൽ വലത്തോട്ട് പോകുന്തോറും അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യുന്നു, ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. സോ ഇലക്ട്രോണിന് മേലുള്ള അട്രാക്ഷൻ കൂടും. സോ ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസസ് ഇൻ എ പീരീഡ്. ഒരു പീരീഡിൽ ഇടതു നിന്ന് വലത്തോട്ട് പോകുന്തോറും അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പീരിയോഡിക് ടേബിളിൽ എല്ലായ്പ്പോഴും ലോവർ അയണൈസേഷൻ എൻതാൽപ്പി ഉള്ളത് ഫസ്റ്റ് ഗ്രൂപ്പിലെ എലമെൻസിനായിരിക്കും. ഉയർന്ന അയണൈസേഷൻ എൻതാൽപ്പി ഉള്ളത് 18th ഗ്രൂപ്പിലെ എലമെൻസിനുമായിരിക്കും. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ എന്താണ് മാറ്റം എന്ന് നമുക്ക് നോക്കാം.
നമുക്കറിയാം ഒരു ഗ്രൂപ്പിൽ താഴോട്ട് വരുന്തോറും ഷെല്ലുകളുടെ എണ്ണം കൂടുന്നു. ഫസ്റ്റ് ഗ്രൂപ്പിലെ 2 എലമെന്റ്സ് ആണ് ലിഥിയം അതുപോലെ റുബീഡിയം. ഇവിടെ നമുക്കറിയാം ലിഥിയത്തിന് 2 ഷെല്ല് മാത്രമേ ഉള്ളൂ, അറ്റോമിക് സൈസ് ലോവർ ആയിരിക്കും. അതേസമയം റുബീഡിയം 5 ഷെല്ലുകളുണ്ട്, അവിടെ അറ്റോമിക് സൈസ് ഹയർ ആണ്. അറ്റോമിക് സൈസ് കൂടിയാൽ അഥവാ ഷെല്ലുകളുടെ എണ്ണം കൂടിയാൽ ന്യൂക്ലിയസും ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷൻ കുറയുന്നു. സോ ഇവിടെ ഗ്രൂപ്പിൽ താഴോട്ട് വരുന്തോറും അറ്റോമിക് സൈസ് കൂടുന്നു, അതുകൊണ്ട് അട്രാക്ഷൻ കുറയുന്നു. സോ നമുക്ക് ഇലക്ട്രോണിന് മേലുള്ള അട്രാക്ഷൻ കുറഞ്ഞാൽ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. രണ്ടാമതൊരു ഫാക്ടർ നമുക്കറിയാം, ഗ്രൂപ്പിൽ താഴോട്ട് വരുന്തോറും ഇന്നർ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടുന്നു. അതായത് ആ ഇന്നർ ഇലക്ട്രോൺസ് ഒരു ഷീൽഡ് പോലെ അല്ലെങ്കിൽ സ്ക്രീൻ പോലെ പെരുമാറും. സോ ഗ്രൂപ്പിൽ താഴോട്ട് വരുന്തോറും ഷീൽഡിംഗ് എഫക്റ്റ് കൂടുന്നു, അതേപോലെ അറ്റോമിക് സൈസ് കൂടുന്നു. അതിനാൽ താഴോട്ട് വരുന്തോറും അയണൈസേഷൻ എൻതാൽപ്പി കുറയുകയാണ് ചെയ്യുന്നത്. സോ ഡൗൺ എ ഗ്രൂപ്പ് അയണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസസ്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, പീരിയഡിൽ വലത്തോട്ട് പോകുന്തോറും അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസ് ചെയ്യുന്നു. അതിൻ്റെ കാരണം ന്യൂക്ലിയസിൻ്റെ ചാർജ് കൂടുന്നു, ആറ്റത്തിൻ്റെ സൈസ് കുറയുന്നു എന്നതാണ്. ഗ്രൂപ്പിൽ താഴേക്ക് വരുന്തോറും ന്യൂക്ലിയസിൻ്റെ ചാർജ് കൂടുന്നുണ്ടെങ്കിൽ പോലും നമ്പർ ഓഫ് ഷെൽസ് അഥവാ അറ്റോമിക് സൈസ് കൂടുന്നു, അതിൻ്റെ ഒപ്പം ഷീൽഡിംഗ് എഫക്റ്റും കൂടുന്നു. അതിനാൽ അയണൈസേഷൻ എൻതാൽപ്പി കുറയുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പിലും സെക്കൻഡ് പീരിയഡിലും അയണൈസേഷൻ എൻതാൽപ്പിയിൽ വരുന്ന മാറ്റം നമുക്ക് ശ്രദ്ധിക്കാം. ഫസ്റ്റ് ഗ്രൂപ്പിൽ താഴേക്ക് വരുന്തോറും അയണൈസേഷൻ എൻതാൽപ്പി കുറയുകയാണ് ചെയ്യുന്നത്. പീരിയഡിൽ വലത്തോട്ട് പോകുമ്പോൾ ജനറലായി അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസ് ചെയ്യുന്നു. ഗ്രൂപ്പിൽ വരുന്ന മാറ്റം നമുക്ക് ഗ്രാഫിക്കലായി റെപ്രസെൻറ്റ് ചെയ്യാം. ഗ്രാഫ് വരയ്ക്കാനായി പഠിക്കേണ്ട. ഇവിടെ ലിഥിയം എന്ന് പറയുന്ന ആ എലമെൻറ്റിനാണ് ഏറ്റവും ഉയർന്ന വാല്യൂ. അതിലും കുറവാണ് സോഡിയം എന്ന് പറയുന്ന എലമെൻറ്റിന്. അതിലും കുറവായിരിക്കും പൊട്ടാസ്യം എന്ന് പറയുന്ന എലമെൻറ്റ്. അതിലും ലോവറാണ് റുബീഡിയം എന്ന് പറയുന്ന എലമെൻറ്റ്. അതിലും ലോവറായിരിക്കും സീസിയം എന്ന് പറയുന്ന എലമെൻറ്റിന്. സോ ഒരു ഗ്രൂപ്പിൽ താഴോട്ട് വരുന്തോറും അയണൈസേഷൻ എൻതാൽപ്പി കുറയുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഷീൽഡിംഗ് എഫക്റ്റ് ആക്ട് ചെയ്യുന്നു എന്നതാണ്. അടുത്തതായി നമുക്കിവിടെ പീരിയഡിൽ വരുന്ന മാറ്റം ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. പീരിയഡിൽ വലത്തോട്ട് പോകുന്തോറും അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ കണ്ടിരുന്നു, പീരിയഡിൽ വലത്തോട്ട് പോകുന്തോറും ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നു, അറ്റോമിക് സൈസ് കുറയുന്നു. അതുകൊണ്ടാണ് അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസ് ചെയ്യുന്നത്. ഗ്രാഫിക്കലായി റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വരയ്ക്കാൻ പഠിക്കേണ്ട, ഗ്രാഫ് അനലൈസ് ചെയ്യാനാണ് പഠിക്കേണ്ടത്. ഏറ്റവും കുറവ് ലിഥിയത്തിനാണ്. അതിലും ഉയർന്ന വാല്യൂ ആണ് ബെറീലിയത്തിന് ഉള്ളത്. അതിലും കുറഞ്ഞ വാല്യൂ ആണ് ബോറോണിന് ഉള്ളത്. അതിലും ഉയർന്ന വാല്യൂ കാർബണിന്. അതിലും ഉയർന്ന വാല്യൂ നൈട്രജന്. നൈട്രജനേക്കാൾ കുറഞ്ഞ വാല്യൂ ആണ് ഓക്സിജന് ഉള്ളത്. അതിലും ഉയർന്ന വാല്യൂ ഫ്ലൂറിന്. ഏറ്റവും ഉയർന്ന വാല്യൂ നിയോണിന്. ഒന്നുകൂടി ശ്രദ്ധിക്കുക, ലിഥിയം, ബെറീലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏറ്റവും താഴ്ന്ന അയണൈസേഷൻ എൻതാൽപ്പി ഉള്ളത് ലിഥിയത്തിന്, അതായത് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻസിനാണ്. കാരണം അവിടെ സൈസ് കൂടുതലാണ്, ന്യൂക്ലിയർ ചാർജ് കുറവാണ്. അതിലുപരിയായി ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അത് റിമൂവ് ചെയ്യപ്പെട്ടാൽ അതിന് സ്റ്റെബിലിറ്റി കിട്ടുകയാണ് ചെയ്യുന്നത്. 18th ഗ്രൂപ്പിലെ എലമെൻസിനാണ് ഏറ്റവും ഉയർന്ന അയണൈസേഷൻ എൻതാൽപ്പി ഉള്ളത്. അവിടെ ന്യൂക്ലിയർ ചാർജ് ഹയർ ആണ്. അതിനേക്കാൾ ഉപരിയായി ഇതിന് വളരെ സ്റ്റേബിളായ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണുള്ളത്. ഒക്ടറ്റ് പൂർത്തിയാക്കിയത് കൊണ്ട് അവിടെ
ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഡിഫിക്കൽട്ടാണ്. ഇവിടെ രണ്ട് അനോമലസ് ട്രെൻഡ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഗ്രാഫ് വരച്ച് തെറ്റിപ്പോയിരുന്നു, ഒന്നുകൂടി ശ്രദ്ധിക്കുക. ബെറീലിയത്തേക്കാൾ കുറവ് ബോറോണിന്, അതിലും കൂടുതലാണ് കാർബണിന്. ഇവിടെ ബോറോണിന് ബെറിലിയത്തേക്കാൾ കുറവാണ്. അതായത് സെക്കൻഡ് ഗ്രൂപ്പിലെ എലമെൻസിന് അതിൻ്റെ തൊട്ടടുത്ത എലമെൻറ്റിനേക്കാൾ ഉയർന്ന അയണൈസേഷൻ എൻതാൽപ്പി ഉണ്ട്. അതുപോലെ 15th ഗ്രൂപ്പിലെ നൈട്രജന് തൊട്ടപ്പുറത്ത് വരുന്ന ഗ്രൂപ്പിലെ എലമെൻസിനേക്കാളും ഉയർന്ന അയണൈസേഷൻ എൻതാൽപ്പി ഉണ്ട്. ഇവിടെ എന്തുകൊണ്ടാണ് നൈട്രജന് ഓക്സിജനേക്കാൾ ഉയർന്ന അയണൈസേഷൻ എൻതാൽപ്പി ഉള്ളത്? നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. 7 നൈട്രജൻ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p3. ഇവിടെ പി സബ്ഷെല്ല് എക്സാക്റ്റ് ഹാഫ് ഫിൽഡ് ആണ്. അതൊരു സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. അങ്ങനെ സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉള്ള ഒരു എലമെൻറ്റിൽ നിന്നും ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. അതിനാലാണ് 15th ഗ്രൂപ്പിലെ നൈട്രജന് 16th ഗ്രൂപ്പിലെ ഓക്സിജനേക്കാൾ ഉയർന്ന അയണൈസേഷൻ എൻതാൽപ്പി ഉള്ളത്. അതേപോലെ സെക്കൻഡ് ഗ്രൂപ്പിലെ ബെറിലിയത്തിന് അടുത്ത എലമെൻ്റായ ബോറോണിനേക്കാൾ ഉയർന്ന അയണൈസേഷൻ എൻതാൽപ്പി ഉണ്ട്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് ശ്രദ്ധിക്കാം. ബെറീലിയം അറ്റോമിക് നമ്പർ 4 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2. ബോറോൺ അറ്റോമിക് നമ്പർ 5 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p1. ഇവിടെ ബെറീലിയത്തിന് സ്റ്റേബിളായ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. അതായത് ഇവിടെ 2s സബ്ഷെല്ല് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അങ്ങനെ സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉള്ള ഒരു എലമെൻറ്റിൽ നിന്നും ഇലക്ട്രോൺ റിമൂവ് ചെയ്യൽ ഡിഫിക്കൽട്ടാണ്. സോ ഫസ്റ്റ് റീസൺ ഇവിടെ ബെറീലിയത്തിന് ഒരു സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സെക്കൻഡ് റീസൺ നമുക്ക് നോക്കാം. ബെറീലിയത്തിൽ നമ്മൾ റിമൂവ് ചെയ്യുന്നത് എസ് ഓർബിറ്റലിലെ ഇലക്ട്രോണിനെയാണ്. അതേസമയം ബോറോണിൽ നമ്മൾ റിമൂവ് ചെയ്യുന്നത് പി ഓർബിറ്റലിലെ ഇലക്ട്രോണിനെയാണ്. രണ്ടും സെയിം എനർജി ലെവലിലാണ്. ബട്ട് എസ് ഇലക്ട്രോൺസിന് പെനിട്രേറ്റിംഗ് എഫക്റ്റ് അഥവാ ന്യൂക്ലിയസുമായുള്ള അട്രാക്ഷൻ കൂടുതലാണ്. അതേസമയം പി ഇലക്ട്രോൺസിന് പെനിട്രേറ്റിംഗ് എഫക്റ്റ് കുറവായിരിക്കും. സോ ബെറിലിയത്തിൽ നിന്നും ഇലക്ട്രോൺ റിമൂവ് ചെയ്യാനായി ഡിഫിക്കൽട്ടാണ്. തേർഡ് റീസൺ, ഇവിടെ ബോറോണിലെ ഇന്നർ ഓർബിറ്റൽസിൻ്റെ എണ്ണം കൂടുതലാണ്. സോ ഇന്നർ ഇലക്ട്രോൺസ് ന്യൂക്ലിയസും ഔട്ടർമോസ്റ്റ് ഷെല്ലും തമ്മിലുള്ള അട്രാക്ഷനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ സ്ക്രീനിങ് എഫക്റ്റ് മോർ ആയി ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ബോറോണിന് താഴ്ന്ന അയണൈസേഷൻ എൻതാൽപ്പി ഉള്ളത്. അതുപോലെ നമുക്ക് ഇവിടെ നിന്നൊരു ചോദ്യം വരാറുണ്ട്. ജസ്റ്റ് യു കൺസിഡർ ഹിയർ ഫ്ലൂറിൻ ഹാസ് ഹയർ അയണൈസേഷൻ എൻതാൽപ്പി ദാൻ ഓക്സിജൻ. ഗിവ് ദ റീസൺ. ഇവിടെ ഫ്ലൂറിന് ഓക്സിജനേക്കാൾ ഉയർന്ന അയണൈസേഷൻ എൻതാൽപ്പി ഉണ്ട്. എന്താണ് കാരണം? വളരെ സിമ്പിളാണ്. അതൊരു റെഗുലർ ട്രെൻഡ് മാത്രം. പീരിയഡിൽ വലത്തോട്ട് പോകുന്തോറും അയണൈസേഷൻ എൻതാൽപ്പി കൂടുമെന്ന് നമുക്കറിയാം. ഇവിടെ ഓക്സിജൻ അറ്റോമിക് നമ്പർ 8 ആണ്. ഫ്ലൂറിൻ അറ്റോമിക് നമ്പർ 9 ആണ്. ഫ്ലൂറിന് ന്യൂക്ലിയർ ചാർജ് കൂടുതലാണ്. അതുകൊണ്ട് അട്രാക്ഷൻ ഹൈ ആയിരിക്കും. സെക്കൻഡ് റീസൺ, ഓക്സിജനേക്കാൾ ഫ്ലൂറിൻ ആറ്റം സൈസ് ലോവർ ആണ്. അതുകൊണ്ട് ഫ്ലൂറിന് അട്രാക്ഷൻ കൂടുതലും അയണൈസേഷൻ എൻതാൽപ്പി ഹയറുമായിരിക്കും. അയണൈസേഷൻ എൻതാൽപ്പിയുമായി ബന്ധപ്പെട്ട് ഏതാനും ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, 11 sodium has higher second ionization enthalpy than 12 magnesium, though Mg has higher first ionization enthalpy. Why? സോഡിയത്തിന് മഗ്നീഷ്യത്തേക്കാൾ ഉയർന്ന സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി ഉണ്ട്. എന്താണ് കാരണം? നമുക്കിവിടെ ആൻസർ ചെയ്യുന്നതിനായി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പരിശോധിച്ചാൽ മാത്രം മതി. 11 സോഡിയം 281 എന്നാണ് കോൺഫിഗറേഷൻ. 12 മഗ്നീഷ്യം 282. സോഡിയത്തിൽ നിന്നും ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ വളരെ ഈസിയാണ്. അങ്ങനെ ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്താൽ ഇതിന് സ്റ്റെബിലിറ്റി കിട്ടുന്ന ഒക്ടറ്റ് പൂർത്തിയായി. വൺ മോർ ഇലക്ട്രോൺ റിമൂവൽ എന്ന് പറയുന്നത് ക്വൈറ്റ് ഡിഫിക്കൽട്ട് ആയിരിക്കും. അവിടെ സ്റ്റെബിലിറ്റി ഇല്ലാണ്ടാകുന്നു. അതിനാലാണ്
സോഡിയത്തിൻ്റെ സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി വളരെ ഹൈ ആയിരിക്കുന്നത്. എന്നാൽ മഗ്നീഷ്യത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്തു, 2 ഇലക്ട്രോൺ റിമൂവ് ചെയ്താലാണ് സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നത്. സോ അവിടെ സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി, അതായത് രണ്ടാമത്തെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ട എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് ലോവർ ആയിരിക്കും. അനദർ ക്വസ്റ്റ്യൻ, കൺസിഡർ 4 എലമെൻറ്റ്സ് W, X, Y and Z. Consider these 4 elements belong to same period. ഇവ ഒരു പീരിയഡിലെ എലമെൻ്റ് ആണ്. ഇവയുടെ അയണൈസേഷൻ എൻതാൽപ്പി വാല്യൂ തരുവാണ് 420 കിലോ ജൂൾ പെർ മോൾ, ദെൻ 2400 കിലോ ജൂൾ പെർ മോൾ, ദെൻ Y say 560 കിലോ ജൂൾ പെർ മോൾ ആൻഡ് Z 1860 കിലോ ജൂൾ പെർ മോൾ. 4 എലമെൻസും ഒരു പീരിയഡിലെയാണ്. ഇവയുടെ അയണൈസേഷൻ എൻതാൽപ്പി തന്നിട്ടുണ്ട്. ദെൻ ദ ക്വസ്റ്റ്യൻസ് ആർ ഐഡൻറ്റിഫൈ ദ നോബിൾ ഗ്യാസ്. ഇതിൽ നോബിൾ ഗ്യാസിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. നമുക്കറിയാം ഒരു പീരിയഡിൽ ഏറ്റവും ഉയർന്ന അയണൈസേഷൻ എൻതാൽപ്പി ഉള്ളത് നോബിൾ ഗ്യാസിനാണ്. ഇത് 4ഉം ഒരു പീരിയഡിലാണ്. തന്നിരിക്കുന്നതിൽ ഏതിനാണോ ഏറ്റവും ഉയർന്ന അയണൈസേഷൻ എൻതാൽപ്പി ഉള്ളത് അതായിരിക്കും നോബിൾ ഗ്യാസ്. സോ എക്സിനാണ് ഏറ്റവും ഉയർന്ന അയണൈസേഷൻ എൻതാൽപ്പി, അതാണ് നോബിൾ ഗ്യാസ് എന്ന് നമുക്ക് ഉറപ്പായും ഐഡൻറ്റിഫൈ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ മോസ്റ്റ് റിയാക്റ്റീവ് മെറ്റൽ. നമുക്കറിയാം മോസ്റ്റ് റിയാക്റ്റീവ് മെറ്റൽ എന്നാൽ ഏറ്റവും ഈസിയായി ഇലക്ട്രോണിനെ കൊടുക്കുന്നത്. ഇലക്ട്രോണിനെ കൊടുക്കാനുള്ള കഴിവാണ് ശരിക്കും അയണൈസേഷൻ എൻതാൽപ്പി. ആൽക്കലി മെറ്റൽസാണ് ഏറ്റവും റിയാക്റ്റീവ്. സോ തന്നിട്ടുള്ളതിൽ ഏതിനാണോ അയണൈസേഷൻ എൻതാൽപ്പി ഏറ്റവും ലോവർ ആയിട്ടുള്ളത് അതായിരിക്കും മോസ്റ്റ് റിയാക്റ്റീവ് മെറ്റൽ അഥവാ ആൽക്കലി മെറ്റൽ. ഇവിടെ ഡബ്ല്യുവിനാണ് അയണൈസേഷൻ എൻതാൽപ്പി ഏറ്റവും കുറവ്. സോ ഇതാണ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ എ റിയാക്റ്റീവ് നോൺ മെറ്റൽ. റിയാക്റ്റീവായിട്ടുള്ള ഒരു നോൺ മെറ്റൽ നമ്മൾ തിരിച്ചറിയണം. നമുക്കറിയാം റിയാക്റ്റീവ് നോൺ മെറ്റൽ എന്ന് പറയുന്നത് പ്രധാനമായും 17th ഗ്രൂപ്പ് അല്ലെങ്കിൽ 16th ഗ്രൂപ്പാണ്. എപ്പോഴും മെറ്റൽസിന് അയണൈസേഷൻ എൻതാൽപ്പി ലോവർ ആയിരിക്കും. ഇവിടെ നോബിൾ ഗ്യാസിന് ഏറ്റവും ഉയർന്നത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. അതിനേക്കാൾ തൊട്ട് താഴെ അയണൈസേഷൻ എൻതാൽപ്പി ഉള്ള എലമെൻ്റ് ആയിരിക്കും മോസ്റ്റ് റിയാക്റ്റീവ് നോൺ മെറ്റൽ. സോ Z ആണ് ഇവിടെ മോസ്റ്റ് റിയാക്റ്റീവായ നോൺ മെറ്റൽ.